ബാത്റൂമിൽ പോവുകയും ബാത്റൂമിൽ ചെന്നതറിഞ്ഞുള്ളൂ ബ്ലഡോട് കൂടി എന്തോ ഒരു സാധനം താഴ്ത്തിക്ക് പോരുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു മാംസ കഷ്ണം ആയിരുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മുരുങ്ങൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2021 നവംബർ 28 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ രോഗത്തോടനുബന്ധമായിട്ടാണ് ഞാൻ ഒരു ഉടമ്പടി എടുത്തത്. 2020 എനിക്ക് പെംവിഗസ് വൾഗാരിസ് എന്ന രോഗം, അതായത് ആൻറ്റിബോഡി സ്വയം പ്രവർത്തിച്ച് പ്രോട്ടീൻ സെല്ലുകളെ നശിപ്പിക്കുകയും ആ സെല്ലുകളുടെ ഇടയിൽ നിന്ന് കുമിളകൾ പോലെ കുരുക്കൾ തലയിൽ ഉണ്ടാവുകയും ചെയ്തു. അത് തലയിലാകെ വളരുകയും അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ഞാൻ ചെറുതും വലുതുമായിട്ട് 9 ഹോസ്പിറ്റലിൽ ഈ രോഗത്തിന് വേണ്ടി പോവുകയുണ്ടായി. എനിക്ക് ഏത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും സ്റ്റിറോയിഡിൻ്റെ ഗുളികകൾ മാത്രമാണ് തരാറുള്ളത്. അത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളും ശരീരത്തിന് നല്ലോണം നീരുകളും എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. എൻ്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, നീ വന്ന് ഉടമ്പടി എടുക്ക്, നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ വന്നതും അങ്ങനെ ഉടമ്പടി എടുത്തതും. ഉടമ്പടി എടുത്ത് എനിക്കാണെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് എല്ലാ മാസവും ചെക്കപ്പിന് പോവുകയും വേണം. അതുപോലെ തന്നെ സ്റ്റിറോയിഡിൻ്റെ ഗുളിക ഡോക്ടർ പറയാണ്ട് നിർത്താനും പാടില്ല. എങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 മാസത്തേക്ക് ഞാൻ ഡോക്ടറെ കാണാനും പോയില്ല, ഗുളികകളൊന്നും കഴിച്ചുമില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അതായത് നമ്മൾ ഉടമ്പടി എടുത്താലും രോഗസൗഖ്യം ലഭിച്ചാലും ഡോക്ടറെ പോയി കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്നുകൾ നിർത്താവൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോവുകയും ഡോക്ടറെ കാണുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ പോയപ്പോഴൊക്കെ കാശ് രൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവ് ഇനി സ്റ്റിറോയിഡിൻ്റെ ഗുളിക എനിക്ക് തരരുത് മാതാവ് എന്ന്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ നോക്കിയപ്പോൾ ഈ 1.5 മാസമായിട്ട് എൻ്റെ തലയിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ പുതുതായിട്ടൊന്നും വന്നിട്ടുമില്ല. അതുകൊണ്ട് സ്റ്റിറോയിഡിൻ്റെ ഗുളിക നമുക്കൊരു 2 മാസത്തേക്ക് അങ്ങോട്ട് നിർത്താമെന്ന് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ നമ്മളോട് പറഞ്ഞു. അങ്ങനെ ഇപ്പം 3.5 മാസമായി ഞാൻ സ്റ്റിറോയിഡിൻ്റെ ഗുളികകളൊന്നും തന്നെ കഴിക്കുന്നില്ല. പക്ഷേ പുതിയതായിട്ട് എൻ്റെ തലയിൽ ഒരു കുമിളകൾ പോലെയുള്ള കുരുക്കളൊന്നും വന്നിട്ടില്ല. 2020 ഒരു വർഷക്കാലത്തോളം എനിക്ക് ബ്ലീഡിങ് അതിശക്തമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്തപ്പോൾ അതിലൊരു തടിപ്പ് കണ്ടു. തടിപ്പ് ബയോപ്സിക്ക് കൊടുത്തു. പക്ഷേ ബയോപ്സി റിസൾട്ട് നോർമലായിരുന്നു. എങ്കിലും HB വളരെ താണു പോകുന്നത് കൊണ്ട് എന്നോട് യൂട്രസ് എടുത്ത് കളയണമെന്നാണ് പറഞ്ഞത്. യൂട്രസ് എടുത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നീടുള്ള റെസ്റ്റുകളൊക്കെ കാരണം ഞാൻ മരുന്നുകൾ തന്നെയായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ 2022 രണ്ടാമതും എനിക്ക് ശക്തമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഈ മരുന്ന് തന്നെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പിന്നെ ഫെബ്രുവരി 10 എനിക്ക് ബ്ലീഡിങ് വരികയും 11 വെളുപ്പിന് എനിക്ക് ശക്തമായ തണ്ടൽ വേദനയും വയറുവേദനയും അനുഭവപ്പെടുകയും ചെയ്തു. 2 മണി തുടങ്ങി ഒരു 5:15 മണിയോട് വരെ എനിക്ക് ഒട്ടും ഉറങ്ങാനോ ഒന്നിനും സാധിച്ചില്ല. 5:30 ആയപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വളരെ കരഞ്ഞുകൊണ്ട് തന്നെയാണ് അത് എത്തിച്ച് പൂർത്തീകരിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് നേരം ഒരു സൗഖ്യം കിട്ടുകയും ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ബാത്റൂമിൽ പോവുകയും ബാത്റൂമിൽ ചെന്നതറിഞ്ഞുള്ളൂ ബ്ലഡോട് കൂടി എന്തോ ഒരു സാധനം താഴ്ത്തിക്ക് പോരുകയും ചെയ്തു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അതൊരു മാംസ കഷ്ണം ആയിരുന്നു. അതിനുശേഷം ഡോക്ടറുടെ അടുത്ത് എന്നെ കാണുന്ന ഡോക്ടറുടെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ യൂട്രസിലുണ്ടായിരുന്ന തടിപ്പ് ഫുള്ളും ഒരു പൊട്ടുമില്ലാണ്ട് മാറി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ശക്തമായ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. നോർമൽ പോലെ പോണത് പോലെ മാത്രം തന്നെ എനിക്ക് ഇപ്പോൾ ഉള്ളൂ. പിന്നെ അടുത്ത നിയോഗം എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ എനിക്ക് വളരെ നാളുകളായിട്ട് വീട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു അടുക്കള പണിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ പലതും ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല. ഒക്ടോബറിൽ ഞങ്ങൾ ജെറീക്കോ പ്രാർത്ഥന നടത്തി 10 ദിവസവും ലൈവായിട്ട് കണ്ടു. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈ പ്ലാനൊന്നും തന്നെ നോക്കാൻ തന്നെ സാധിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പണിയും കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. 28 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. നവംബർ 28 29 ഞങ്ങൾ പണി ആരംഭിച്ചു. ഡിസംബർ 29 ഞങ്ങൾ അത് വെഞ്ചരിച്ചു. അതിൽ പാലും കാച്ചി. പിന്നെ എൻ്റെ മകനൊരു കിട്ടിയ അനുഗ്രഹമാണ്, മകന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അവൻ ദുബായിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി
അവൻ ജനുവരിയിൽ ഒരു ഡേറ്റ് എടുത്തിരുന്നു. ആ ഡേറ്റ് എടുത്തപ്പോൾ അവന് കൊറോണ വരികയും ആ കൊറോണയിൽ അവന് ആ ഡേറ്റ് മാറ്റേണ്ടതായിട്ട് വരികയും ചെയ്തു. അങ്ങനെ രണ്ടാമത് ഫെബ്രുവരി 16 അവൻ രണ്ടാമതും ആ ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്ത് ഡേറ്റിൻ്റെ 2-3 ദിവസം മുപ്പാട് അവന് പെട്ടെന്നൊരു പനിയും കാലുമ നീരും, ഒരു യൂറിക് ആസിഡിൻ്റെ ഒരു അസുഖം അവനുണ്ട്. അതുപോലെ തന്നെ അവന് വരികയും അവൻ വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ചെയ്തു, എൻ്റെ കാലുമേ നീരും വേദനയുമാണ്, എനിക്ക് ഈ 16 ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിന് പോകാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് ഇരുന്നോ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, മാതാവ് നിന്നെ വന്ന് സഹായിച്ചോളും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കാശ് രൂപ എടുത്ത് അവൻ്റെ കാലെന്നെ ഈ മൊബൈലിൽ കൂടെ കാണിച്ചു തന്നിരുന്നു. അപ്പം ഞാൻ ആ കാശ് രൂപം തൈലം പരട്ടി അവൻ്റെ കാലാന്ന് വിചാരിച്ച് എൻ്റെ ഈ കാശ് രൂപം വെച്ച് ഞാൻ 7 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി. പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കാലിൻ്റെ നീരും പനിയും മാറി, അല്പം ഒരു ചുമപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവനത് സൗഖ്യം കിട്ടുകയും 16 തന്നെ അവന് ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ പറ്റുകയും അവന് ആ ലൈസൻസ് ആദ്യത്തിൽ തന്നെ അവന് ആ ടെസ്റ്റ് പാസ്സായി ലൈസൻസിൽ ലഭിക്കുകയും ചെയ്തു. ഇത്രയും അനുഗ്രഹമാണ് മാതാവ് എനിക്ക് ഈ ആദ്യത്തെ ഉടമ്പടി നിയോഗത്തിലൂടെ തന്നത്. ഇനി ഞാൻ പുതുക്കിയിട്ടാണ് പോകുന്നത്. അമ്മ മാതാവ് എനിക്ക് ബാക്കിയുള്ള നിയോഗങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായി പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവപിതാവിന് നന്ദി പറയാം.